അശ്വതി ചന്ദ് തളർന്ന് നിൽക്കുകയാണ്. ഞാൻ ഇനി കൂടുതൽ ക്ഷീണിപ്പിക്കുന്നില്ല. എനിക്കറിയാം വളരെ ആകാംക്ഷയുണ്ട് മാർക്സ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജഡ്ജസിന്റെ അഭിപ്രായം ചോദിക്കാം. ഇന്നത്തെ പ്രത്യേക അതിഥി നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് ചോദിക്കാം. ശ്രീമതി സിതാര. അശ്വതി, നന്നായിരുന്നു. എത്ര നാള് പ്രാക്ടീസ് ചെയ്തു ഈ സോങ് എടുത്തിട്ട്? ഒരാഴ്ച. ഞാൻ ഒരു ഡാൻസിൻ്റെ ഒരു വളരെ എന്താണ് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ വളരെ ഇതായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്ത് സ്റ്റൈലാണ് അശ്വതി ചെയ്തത് എന്നെനിക്ക് മനസ്സിലായില്ല. കുച്ചിപ്പുടി ഉണ്ടായിരുന്നു, ഭരതനാട്യം ഉണ്ടായിരുന്നു, മിക്സ് ആയിട്ട് ചെയ്തു. എനിക്കിങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സ്റ്റൈൽ എടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുച്ചിപ്പുടി സ്റ്റൈൽ അശ്വതിക്ക് കുറച്ചുകൂടി നന്നായി വഴങ്ങും, നല്ല ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു, ഇല്ലേ? പറയാറുണ്ട്. അപ്പോൾ ആ സ്റ്റൈലിൽ തന്നെ ചെയ്താൽ മതിയായിരുന്നു. ശരിക്കും കുച്ചിപ്പുടി ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഈ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് ഈ സോങ്ങിന് അങ്ങ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് ഇംപ്രഷൻ വന്നേനെ, ഇല്ലേ? ഈ കോസ്റ്റ്യൂം ഇടണ്ടായിരുന്നു. നമ്മൾ ഈ ക്ലാസിക്കലിന്റെ കോസ്റ്റ്യൂം ഇടുമ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യണം എന്നൊരു നമ്മുടെ റെസ്പെക്ട് ചെയ്യണം. അത് കുച്ചിപ്പുടി കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ടെങ്കിൽ കുച്ചിപ്പുടി കളിക്കുക, ഇല്ലെങ്കിൽ അതങ്ങ് മാറ്റിയിട്ട് ഈ സോങ്ങിന് പറ്റിയ എന്തെല്ലാം നമുക്ക് ഇത്രയും ഐഡിയ ഉള്ള അശ്വതിക്ക് ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അല്ലേ? ഒരു സ്കേർട്ട്, ഒരു ഷോൾ എന്തെങ്കിലും ഇട്ടിരുന്നെങ്കിൽ അത് മതിയായിരുന്നു എന്നെനിക്ക് തോന്നി. അതെൻ്റെ ഒരു ഒപ്പീനിയൻ, വേറൊന്നുമില്ല. എന്തായാലും സ്റ്റൈൽ നന്നായിട്ടുണ്ട്. സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഫിഗർ ദൈവം തന്നിട്ടുണ്ട്, സൗന്ദര്യവും ദൈവം തന്നിട്ടുണ്ട്. നല്ല ഒരു നർത്തകിയായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മധുപാൽ സർ. അശ്വതി നന്നായിരുന്നു കേട്ടോ. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു ആക്ട്രസ് ആകണമെന്ന് ആഗ്രഹിച്ച ഒരാളുടെ മനസ്സുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് സിതാര പറഞ്ഞ ഒരു കാര്യത്തിലാണ്, നല്ല ജസ്റ്റേഴ്സ് ആയിരുന്നു. നല്ല ശരിക്കും കൃത്യമായിട്ടൊരു നമുക്കൊരു ഒരു ചിത്രം കിട്ടുന്നുണ്ടായിരുന്നു. ഒരു പോസ്റ്റേഴ്സ് വരുമ്പോൾ ഉണ്ടാവുന്ന അത് കിട്ടുന്നുണ്ട്. പക്ഷെ അത് അൺഫിനിഷ്ഡ് ആവുന്നു തോന്നുന്നു. പെട്ടെന്ന് അതെങ്കിലും ലൂസ് ചെയ്ത് പറഞ്ഞാൽ അതൊരു നിൽക്കാനുള്ളൊരു സ്പേസ് നമുക്ക് തരുന്നുണ്ട്. കാരണം പാട്ടിനകത്ത് അത് ഫീൽ ഉണ്ട്. ആ പാട്ടിന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ പറയും ഈ സിനിമയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു മോമെൻ്റ് ഉണ്ട്. ആ മോമെൻറ്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷെ നന്നായ സാധ്യതയുള്ള നല്ല പോസ്റ്റേഴ്സുള്ള നല്ല ഷേപ്പുള്ള നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരമുണ്ട്. മുഹമ്മദ് ഹനീഷ് സർ. സ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. നല്ല ഭാവാഭിനയത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ, നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, നാടകാഭിനയത്തിൻ്റെ ഒത്തിരി മിന്നലാട്ടങ്ങൾ നൃത്തത്തിൽ കാണാൻ സാധിച്ചു. എന്ന് മാത്രമല്ല ആ ഒരു കൃത്യമായിട്ടും ആ ഗാനത്തിൻ്റെ ഈരടികൾ മുഖത്ത് മിന്നിമറിയുന്നത് കാണാൻ സാധിച്ചു. കുറേ കൂടി ചിട്ടയോടുകൂടി സിതാര പറഞ്ഞതുപോലെ എല്ലാ അനുശീലനങ്ങൾ വർദ്ധിപ്പിക്കുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. അശ്വതി, മാർക്സ് അറിയണം. ചോദിക്കാം. ശ്രീമതി സിതാര. 50ലാണ് 32. താങ്ക് യു മാം. മധുപാൽ സർ. 20ലാണ് 16. താങ്ക് യു സർ. മുഹമ്മദ് ഹനീഷ് സർ. 25ൽ 17. അശ്വതി ചന്ദ്. 65 മാർക്സ് ആണ് പെർഫോമൻസ് റൗണ്ടിൽ അശ്വതിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടും ഓരോ റൗണ്ട്സിലും ഇതിനേക്കാൾ മേലെ മാർക്സ് വാങ്ങിച്ചു കൂട്ടാൻ സാധിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.